ശ്രീ GS ജയലാൽ. സർ, ഈ കടൽമണൽ ഖനനം കൂടുതൽ നടക്കുന്ന ഇന്തോനേഷ്യയായിരുന്നു സുനാമി ദുരന്തത്തിന്റെ പ്രഭവ കേന്ദ്രം എന്നുള്ളത് നമ്മൾ മറക്കണ്ട സർ. സർ, ഈ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും വലിയ മത്സ്യപ്രജനന കേന്ദ്രമായ കൊല്ലം മത്സ്യബാങ്ക് മേഖലയിൽ ഖനനം ആരംഭിക്കുന്നതിന് മുമ്പായി ഭാവി കാലത്തെ ലഭ്യത സംബന്ധിച്ച ശാസ്ത്രീയ പഠനങ്ങൾ നടത്തിയിട്ടുണ്ടോ? ആ ആശങ്ക ജനങ്ങളിലുണ്ട് സർ. അത് വ്യക്തതയോടുകൂടി ബോധ്യപ്പെടുത്തിയാൽ ഈ പ്രതിഷേധത്തിൻ്റെ വല്ലാത്ത പ്രതിഷേധമാണ് നാട്ടിലുണ്ടാകുന്നത്. ഇത്തരം പഠനങ്ങൾ കൂടി ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് സർ. സർ, ഇതിനകത്തൊരു കാര്യം, 2002 ഓഫ്ഷോർ ഏരിയാസ് മിനറൽ ആക്ടിലെ മാനദണ്ഡങ്ങളും വ്യവസ്ഥകളും അവയിൽ 2023 വരുത്തിയ ഭേദഗതികളും സംസ്ഥാനങ്ങളുടെ താൽപ്പര്യങ്ങൾ പൂർണ്ണമായും കണക്കിലെടുത്തിട്ടില്ല. സർ, രണ്ടാമത്തെ പ്രശ്നം, ധാതു സമ്പത്തിന്റെ ഖനനത്തിലൂടെ റോയൽറ്റി പൂർണ്ണമായി കേന്ദ്ര സർക്കാരിനുള്ളതാണെന്നു ഈ നിയമം വരി സെക്ഷൻ 16. അതുപോലെ തന്നെ സ്വകാര്യ മേഖലയ്ക്ക് ഖനന സഹായം അല്ലെങ്കിൽ പങ്കാളിത്തം നൽകുന്ന ഒരു പ്രശ്നമായി ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട്. സാർ, ഈ അടിസ്ഥാനത്തിൽ മത്സ്യത്തൊഴിലാളികളുടെ ജീവിത ബുദ്ധിമുട്ടുകൾക്ക് ഒരുപാട് പ്രയാസങ്ങൾ നേരിടുന്ന ഒരു ഖനനമാണ് എന്നതുകൊണ്ട് അവരുടെ സുരക്ഷിതത്വത്തിന് ഉറപ്പില്ലാത്ത ഒരു വിഷയമായതുകൊണ്ട് അതിശക്തമായ നിലപാട് സംസ്ഥാനം സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. അതിന് LDF UDF ഒന്നുമില്ല, എല്ലാവരും യോജിച്ച് കേന്ദ്ര ഗവൺമെൻറ് ഈ നിലപാടിനെതിരായിട്ടുള്ള പ്രക്ഷോഭത്തിലേക്ക് വരണമെന്ന് തന്നെയാണ് ഗവൺമെൻറ് നിലപാട്.